മഴയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കൂടി ആലപ്പുഴ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ ചെങ്ങന്നൂർ പുലിയൂരിൽ വീട്ടുവളപ്പിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. പുലിയൂർ സ്വദേശി ശിവന്റെ വീട്ടുവളപ്പിലെ കിണറിനാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. രാവിലെ 7 മണിയോടെയാണ് ആ കിണർ ഇടിഞ്ഞു വീണത്. കനത്ത മഴയാണ് ആലപ്പുഴയിലേക്ക് ഉണ്ടായത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഉടൻ സംരക്ഷണം ചെയ്യാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കനത്ത മഴയിൽ ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അശ്വിനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അശ്വിൻ പറയൂ. രാവിലെ 7 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. കഴിഞ്ഞ രാത്രി അടക്കം പെയ്ത ശക്തമായ മഴയിൽ ആ കിണർ പൂർണ്ണമായും ഇടിഞ്ഞു വീഴുകയായിരുന്നു. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ മുറ്റത്തോ കിണറിന് സമീപത്തോ ആരും തന്നെ ഉണ്ടാകാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ചെങ്ങന്നൂർ പുലിയൂർ സ്വദേശി ശിവന്റെ വീട്ടിലെ ആ കിണറാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിൽ ഇടിഞ്ഞു വീണത്. വീട്ടിലെ തന്നെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെയും കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ ചെങ്ങന്നൂർ മേഖലയിലൊക്കെ രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയുണ്ട്. അങ്ങനെ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായി ആയിരിക്കാം ഈ കിണർ ഇടിഞ്ഞു താഴ്ന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല വെള്ളം മണ്ണിലേക്ക് ഇറങ്ങി പോകാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനം ഈ കിണറിന് ചുറ്റുമില്ല. ഈ സേവിംഗ് ടൈലുകൾ വിരിച്ചതിനാൽ അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വിദഗ്ധരടക്കം പറയുന്നത്. എന്തായാലും കിണർ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു. ഇന്നലെ രാവിലെയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, മഴയൊരു കാരണമായി എന്നേ ഉള്ളൂ. അശാസ്ത്രീയ നിർമ്മാണം കൂടി പറയുന്നു. മൊത്തം ഇന്റർലോക്ക് ചെയ്താണ്. വെള്ളം ഒഴിച്ചു പോകാനോ ഒഴുകിപ്പോകാനോ ഇടം അവിടെ ഇല്ല. അതുകൂടി ഈ കിണർ ഇടിഞ്ഞു താഴ്ന്നതിന് കാരണമായി എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട്. അശ്വിൻ ബാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.